ഹലോ, നീലിമ പറഞ്ഞു. അപ്പോൾ മറുതലക്കിൽ നിന്നൊരാൾ സ്വയം പരിചയപ്പെടുത്തി. ഹലോ, നീലിമ മാഡം അല്ലേ? ഞാൻ സ്റ്റാർവുഡ്സ് ചാനലിൽ നിന്നാണ് വിളിക്കുന്നത്. നീലിമ അത് കേട്ട് വളരെ ഉത്സാഹത്തോടെ ചോദിച്ചു. അതെ, നീലിമയാണ്. എന്തായിരുന്നു വിളിച്ചത്? മാഡം, ഞങ്ങൾക്ക് സൂര്യയുടെ ഒരു ഡേറ്റ് വേണമായിരുന്നു. ഞങ്ങളുടെ പുതിയ ഷോയിലേക്ക് വേണ്ടിയാണ്. മറുവശത്ത് നിന്നയാൾ പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് വളരെ സന്തോഷം തോന്നി. സ്റ്റാർവുഡ്സ് വളരെ വലിയൊരു ചാനലാണ്. അതിൽ സൂര്യയുടെ ഒരു ഷോ വരിക എന്ന് പറയുന്നത് തന്നെ അവനും തനിക്കും അഭിമാനമാണെന്ന് അവൾക്ക് തോന്നി. സൂര്യയ്ക്ക് ഒരു ലൈവ് ഷോയിൽ പങ്കെടുക്കാൻ അവസരം ലഭിക്കുന്നത് ഇത് ആദ്യമായാണ്. മാത്രമല്ല, അവർ പറയുന്ന ഷോ ആണെങ്കിൽ വളരെ ഫേമസ് ആണ്. അതുകൊണ്ട് തന്നെ നീലിമയ്ക്ക് ആ കാര്യത്തിൽ കൂടുതൽ ആലോചിക്കാൻ ഒന്നും തന്നെ ഇല്ലായിരുന്നു. ആണോ, സന്തോഷം, നീലിമ പറഞ്ഞു. അപ്പോൾ മറുതലക്കിൽ നിന്ന് പറഞ്ഞു. അല്ല, മാഡം എന്താ മറുപടി പറയാൻ ഇത്ര സമയമെടുത്തത്? എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഈ ഷോ ചെയ്യാൻ? അയാൾ ചോദിച്ചത് കേട്ട് നീലിമ ഉടനെ പറഞ്ഞു. ഏയ്, ഒരു ബുദ്ധിമുട്ടുമില്ല. ഞാൻ വേറെന്തോ ആലോചിച്ചാണ്. അല്ല, നിങ്ങൾ എപ്പോഴത്തേക്കാണ് ഇത് പ്ലാൻ ചെയ്യുന്നത്? നീലിമ ചോദിച്ചു. എത്രയും വേഗം വേണമെന്നാണ് അയാൾ പറഞ്ഞു. അവർ രണ്ടുപേരും ഒന്ന് രണ്ട് ഡേറ്റുകൾ തമ്മിൽ പറഞ്ഞു. രണ്ടു കൂട്ടരും ഒരുപോലെ ഫ്രീ ആയിരിക്കുന്ന ഡേറ്റ് അതിലില്ലായിരുന്നു. ഒന്നുകിൽ സൂര്യയ്ക്ക് മറ്റെന്തെങ്കിലും ഷൂട്ടോ മറ്റോ ഉള്ള ദിവസങ്ങളായിരിക്കും, അല്ലെങ്കിൽ ചാനലിന് മറ്റ് പ്രോഗ്രാമുകൾ ഉള്ള ദിവസമായിരിക്കും. അങ്ങനെ പ്രോഗ്രാം ഷൂട്ട് ചെയ്യാൻ ദിവസം കിട്ടാതെ രണ്ടുപേരും കുറച്ചു നേരം ആലോചിച്ചു. പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ നീലിമ ചോദിച്ചു. ഇന്ന് നിങ്ങൾ ഫ്രീ ആണോ? അത് കേട്ട അയാൾ ഉത്സാഹത്തോടെ പറഞ്ഞു. അതെ, ഇന്ന് ഫ്രീ ആണ്. എന്നാ ഇന്ന് തന്നെ അങ്ങ് നടത്തിയാലോ ഷൂട്ട്? ഇന്നാവുമ്പോ സൂര്യയ്ക്ക് വേറെ പരിപാടികളൊന്നുമില്ല. സോ ഇന്ന് തന്നെ ആവും നല്ലത്, നീലിമ പറഞ്ഞു. ഓക്കെ മാഡം, എന്നാൽ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ സെറ്റിൽ ചെയ്യട്ടെ. ലൊക്കേഷനും മറ്റും ഉടനെ അറിയിക്കാം. അയാൾ അത്രയും പറഞ്ഞിട്ട് ഫോൺ കട്ട് ചെയ്തു. അപ്പോഴേക്കും നീലിമ ഓഫീസിൽ എത്തിയിരുന്നു. അവൾ ഉത്സാഹത്തോടെ ഇറങ്ങിച്ചെന്നു. ഓഫീസിലെ സ്റ്റാഫുകൾ എല്ലാവരും അവളെ നോക്കി ഗുഡ് മോർണിംഗ് പറഞ്ഞു. നീലിമ അവരോട് തിരിച്ചും ഗുഡ് മോർണിംഗ് പറഞ്ഞ ശേഷം ക്യാബിനിലേക്ക് കയറി. ഉടനെ തന്നെ അവൾ സൂര്യയെ ക്യാബിനിലേക്ക് വിളിപ്പിച്ചു. സൂര്യ കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ തന്നെ ക്യാബിനിൽ വന്നു. സൂര്യ, എങ്ങനെ പോകുന്നു കാര്യങ്ങളൊക്കെ? നീലിമ ചോദിച്ചു. കുഴപ്പമില്ല, അങ്ങനെയൊക്കെ പോകുന്നു, സൂര്യ പറഞ്ഞു. അത് കേട്ട് നീലിമ അവനെ തന്നെ നോക്കി. എന്താ പറഞ്ഞ്? അങ്ങനെയൊക്കെ പോകുന്നോ? എടാ, നീ ഞാൻ വന്നപ്പോ ഉള്ള ആളാണോ ഇപ്പോ ഉള്ളത്? നിന്റെ ബോഡിയും മാനറിസവും എല്ലാം പക്ക നായകനെ പോലെയൊക്കെ ആയി മാറി. അത്രയൊക്കെ മാറ്റം വന്നിട്ടും അങ്ങനെയൊക്കെ പോകുന്നല്ലേ? നീലിമ പറഞ്ഞു. ഏയ്, അങ്ങനെയല്ല മാഡം, ഞാൻ വെറുതെ പറഞ്ഞതാണ്. നന്നായി പോകുന്നു, സൂര്യ പറഞ്ഞു. അത് കേട്ട് നീലിമ ചിരിച്ചു. ആ, അത് പോട്ടെ, ഞാൻ നിനക്കൊരു ഗുഡ് ന്യൂസ് കൊണ്ടാ വന്നേക്കുന്ന്, നീലിമ പറഞ്ഞു. അവൾ പറയുന്നത് കേട്ട് സൂര്യ അവളെ തന്നെ നോക്കി. എന്ത് ഗുഡ് ന്യൂസ് ആണ് മാഡം? സൂര്യ ചോദിച്ചു. അത് സ്റ്റാർവുഡ് ചാനലില്ലേ, അവരുടെ ഒരു ഫേമസ് ഷോയിലേക്ക് നിന്നെ ക്ഷണിച്ചിട്ടുണ്ട്. സന്തോഷായില്ലേ? നീലിമ ഉത്സാഹത്തോടെ പറഞ്ഞു. എന്നിട്ട് സൂര്യയെ നോക്കി. സൂര്യയും വളരെ സന്തോഷത്തിലായിരുന്നു. അത് ഭയങ്കര ഫേമസ് ചാനലല്ലേ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അല്ല, എപ്പോഴും മാഡം അതിന്റെ ഷൂട്ട് തുടങ്ങുന്നേ? സൂര്യ ചോദിച്ചു. ഇന്ന് തന്നെ, നീലിമ പുഞ്ചിരിയോടെ പറഞ്ഞു. ഇന്നോ? സൂര്യ വിശ്വാസം വരാതെ അവളെ നോക്കി. അവന് ശരിക്കും ഇതെല്ലാം അത്ഭുതമായി തോന്നി. സാം അലക്സിന്റെ കീഴിലിരുന്നപ്പോൾ ഒരു ചെറിയ പരസ്യം പോലും ചെയ്യാൻ അവന് കിട്ടിയിരുന്നില്ല. പക്ഷേ നീലിമ വന്നതിൽ പിന്നെ ഒരുപാട് വലിയ അവസരങ്ങൾ അവനെ തേടി വരുന്നു. ഒടുവിൽ ജോലികൾ പൂർത്തിയായപ്പോൾ വൈകുന്നേരമായിരുന്നു. നീലിമ സൂര്യയെ സ്റ്റാർവുഡ് ചാനലിലേക്ക് പറഞ്ഞുവിട്ട ശേഷം ഓഫീസിൽ തന്നെ തുടർന്നു. അവൾക്ക് ഓഫീസിൽ അല്പം കൂടി കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ടായിരുന്നു. ഒടുവിൽ നീലിമയും ഓഫീസിൽ നിന്നിറങ്ങി സ്റ്റാർവുഡ് ചാനലിന്റെ ഓഫീസിലെത്തി. ലൊക്കേഷനെല്ലാം അവർ കൃത്യമായി നീലിമയ്ക്ക് അയച്ചിരുന്നു. നീലിമ ചാനലിൽ കയറി ചെന്നപ്പോൾ തന്നെ അവിടെ ഒരാളെ കണ്ട് ഞെട്ടി. അത് കിരൺ ആയിരുന്നു. അവൾക്ക് തന്നെ കൊടുക്കാൻ വേണ്ടി കിരണും സാം അലക്സും നടത്തിയ നാടകം ഓർമ്മ വന്നു. ഓഫീസിൽ വെച്ച് അതിനുശേഷം കിരണിനെ നേർക്കുനേർ കാണേണ്ട അധികം സന്ദർഭങ്ങളൊന്നും വന്നിരുന്നില്ല. അതുകൊണ്ട് സമാധാനമുണ്ടായിരുന്നു. ഇപ്പോൾ കിരണിനെ വീണ്ടും കണ്ടപ്പോൾ നീലിമയുടെ മനസ്സിൽ അന്നത്തെ രാത്രിയിലെ ഓരോ സംഗതികളും ഓർമ്മ വന്നു. അവന്റെ നോട്ടവും സംസാരവും ശരിയല്ലെന്ന് മനസ്സിലായിട്ടും പ്രതികരിക്കാൻ പറ്റാത്ത വിഷമത്തിലായിരുന്നു നീലിമ. അവൾക്ക് എങ്ങനെയെങ്കിലും അവന്റെ അരികിൽ നിന്നൊന്ന് പോയാൽ മതിയെന്നായിരുന്നു. അവളുടെ മുഖം ശ്രദ്ധിച്ചു കിരൺ പറഞ്ഞു. അല്ല, നീലിമയ്ക്ക് സുഖമല്ലേ? അന്ന് ആ റൂമിൽ നിന്ന് പോലീസ് പൊക്കിയതിൽ പിന്നെ എനിക്ക് വിശേഷങ്ങളൊന്നും അന്വേഷിക്കാൻ പറ്റിയില്ല. കിരൺ പരിഹാസത്തോടെയാണ് അത് പറഞ്ഞത്. നീ ഇന്ന് എവിടെയും പോണ്ട, എന്റെ കൂടെ വാ. ഇന്ന് ഫുഡ് എന്റെ വക നിനക്ക്, കിരൺ അധികാരത്തോടെ പറഞ്ഞു.
നീലിമ അവന്റെ നേർക്ക് തുറച്ചു നോക്കി. എനിക്ക് നിങ്ങളുടെ കൂടെ വരാൻ പറ്റില്ല. ഒന്ന് പോകുന്നുണ്ടോ? നീലിമ പറഞ്ഞു. നമ്മൾ തമ്മിലുള്ള പ്രശ്നം പരിഹരിക്കാൻ കൂടി വേണ്ടിയാണ് ഞാനിപ്പോൾ ഇങ്ങനൊരു നിർദ്ദേശം വെച്ചത്. വന്നാൽ നിനക്ക് കൊള്ളാം. നീലിമ ഉടനെ അവന്റെ കയ്യിൽ ഒരു പിന്നെടുത്ത് കുത്തി. വേദനിച്ചപ്പോൾ കിരൺ അറിയാതെ അവളുടെ മേലുള്ള പിടിവിട്ടു. നീലിമ അവന്റെ അടുത്ത് നിന്നും ഉടനെ മാറി നിന്നു. എടി, കാണിച്ചു തരാൻ നിനക്ക് ഞാൻ, കിരൺ വാശിയോടെ കൈ തടവിക്കൊണ്ട് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്നും അല്പം മാറി ഒരാൾ ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. അവന്റെ കണ്ണുകൾ കിരണിനെ കൊല്ലാനുള്ള ദേഷ്യത്തോടെ ജ്വലിക്കുന്നുണ്ടായിരുന്നു. അത് സിദ്ധാർത്ഥായിരുന്നു. സിദ്ധാർത്ഥിന്റെ രൂക്ഷമായ നോട്ടം കിരണിന്റെ നേർക്കായിരുന്നു. അത് നീലിമയും കിരണും അറിഞ്ഞില്ല. സിദ്ധാർത്ഥിന്റെ കൂടെ അവന്റെ മറ്റൊരു സുഹൃത്തും പാർട്ണറുമായ ശ്രീകാന്തും പിന്നെ ഹേമന്തും ഉണ്ടായിരുന്നു. അവർ ഒരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയാണ് ആ വഴി വന്നത് തന്നെ. ഹേമന്തിന്റെ അത്രയൊന്നും അടുപ്പം ശ്രീകാന്തുമായി സിദ്ധാർത്ഥിനുണ്ടായിരുന്നില്ല. എങ്കിലും അവനും സിദ്ധാർത്ഥിന്റെ സ്വഭാവമെല്ലാം കൃത്യമായി അറിയാം. സിദ്ധാർത്ഥ് ആരെയോ സൂക്ഷിച്ചു നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ശ്രീകാന്ത് ഹേമന്തിന്റെ നേർക്ക് നോക്കി. സിദ്ധാർത്ഥന്റെ മുഖത്തെന്താ ഇത്ര ദേഷ്യം? ശ്രീകാന്ത് ചോദിച്ചു. അത് അവന്റെ സ്ഥായി ഭാവമാണ്, കാര്യമാക്കണ്ട, ഹേമന്ത് പറഞ്ഞു. അപ്പോൾ ശ്രീകാന്ത് വീണ്ടും സിദ്ധാർത്ഥന്റെ നേർക്ക് നോക്കി. സിദ്ധാർത്ഥ് അപ്പോഴും ദൂരെ നിൽക്കുന്ന കിരണിനെയും നീലിമയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. എടാ, ഇതങ്ങനെയല്ല, നീ നോക്കിക്കേ, ദേ അവിടെ ആരോ നിൽക്കുന്നുണ്ട്. അവരെയാ ഇവൻ നോക്കുന്നെ. അവരവിടെ സംസാരിക്കുന്നതിന് ഇവനെന്താ പ്രശ്നം? ശ്രീകാന്ത് ചോദിച്ചു. അപ്പോഴാണ് ഹേമന്ത് അവിടേക്ക് നോക്കുന്നത്. അപ്പോൾ അവനും കിരണിനെയും നീലിമയും കണ്ടെങ്കിലും ദൂരെ നിന്നായതുകൊണ്ട് അവൻ അവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല. ഷടാ, ശരിയാണല്ലോ, ഏതൊരു പെണ്ണിനോട് ഒരുത്തൻ സംസാരിക്കുന്നതിന് ഇവനെന്താ പ്രശ്നം? ഹേമന്ത് മനസ്സിൽ ചോദിച്ചു. അല്ല, നീ എന്തീ ആലോചിക്കുന്നെ? ശ്രീകാന്ത് ചോദിച്ചു. അത് കേട്ട് ഹേമന്ത് അവന്റെ നേർക്ക് നോക്കി. ഏയ്, ഒന്നുമില്ല, ഞാനും നോക്കുവായിരുന്നു. സിദ്ധാർത്ഥ് എന്തേ നോക്കുന്നേന്ന് ഹേമന്ത് പറഞ്ഞു. ഞാൻ നോക്കിയിട്ട് അവിടെ ആ പെണ്ണിനെയും ചെക്കനെയും മാത്രമേ കാണുന്നുള്ളൂ. അതിനാണോ ഇവൻ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നെ? ശ്രീകാന്ത് ചോദിച്ചു. അത് കേട്ട് ഹേമന്ത് ചിരിച്ചു. അതിന് സിദ്ധാർത്ഥ് എപ്പോഴാണ് ദേഷ്യം കാണിക്കാത്തത്? നീ ഒന്ന് പറഞ്ഞേ, ഹേമന്ത് പറഞ്ഞു. അത് കേട്ട് ശ്രീകാന്ത് ചിരിച്ചു. എടാ, അങ്ങനെയല്ല, സാധാരണ എന്റെ മുന്നിലൊന്നും സിദ്ധാർത്ഥ് ദേഷ്യം കാണിക്കാറില്ല. മാത്രമല്ല, ഇത്ര ദേഷ്യത്തിൽ അവൻ നിൽക്കുന്നത് ഞാൻ ആദ്യമായി കാണുക, ശ്രീകാന്ത് പറഞ്ഞു. അപ്പോൾ അത് ശരിയാണെന്ന് ഹേമന്തിനും തോന്നി. ഇനി നമ്മൾ കാണാത്ത വല്ലതും ആണോ ഇവൻ കാണുന്നത്? ശ്രീകാന്ത് വീണ്ടും ചോദിച്ചു. അപ്പോൾ ഹേമന്ത് വീണ്ടും സിദ്ധാർത്ഥ് നോക്കുന്നിടത്തേക്ക് നോക്കി. അവിടെ വേറൊന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ശ്രീകാന്തിനോട് ഹേമന്ത് പറഞ്ഞു. അപ്പോഴും സിദ്ധാർത്ഥ് കിരണിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. അപ്പോൾ കിരൺ നീലിമയോട് പറഞ്ഞു. നീലിമ, ഞാൻ പറഞ്ഞല്ലോ, എന്നോട് വാശി കാണിച്ചിട്ടാണ് എനിക്കിത്ര രൂക്ഷമായി നിന്നോട് സംസാരിക്കേണ്ടി വന്നത് തന്നെ. കിരൺ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി. സീ മിസ്റ്റർ കിരൺ, നിങ്ങൾ ഒന്നാമത് മാനേഴ്സ് ഇല്ലാതെയാണ് പെരുമാറുന്നത്. എനിക്കിതിനൊന്നും സമയമില്ലെന്ന് വന്നപ്പോൾ മുതൽ ഞാൻ പറയുന്നതാണ്. പ്ലീസ് എന്നെ വിട്ടേക്ക്, നീലിമ പറഞ്ഞു. അവളുടെ മുഖം കോപത്തിൽ തുടുത്തിരുന്നു. ഇനിയും അവളോട് രൂക്ഷമായി സംസാരിച്ചാൽ അവൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയതുകൊണ്ട് കിരൺ ഒന്ന് തണുത്തു. നീലിമ, ഞാൻ തന്നോട് വളരെ മാന്യമായല്ലേ സംസാരിക്കുന്നത്. എനിക്ക് വേണമെങ്കിൽ ഇപ്പോ തന്നെ ജോലി തെറിപ്പിക്കാം. എന്നിട്ട് ഞാനത് ചെയ്തോ? ഇല്ലല്ലോ. കിരൺ പറഞ്ഞത് കേട്ട് നീലിമ ചെറുതായി ഭയന്നു. കാരണം തന്റെ ജോലി എങ്ങാനും കിരൺ ഇപ്പോൾ തെറിപ്പിച്ചാൽ ഉറപ്പായും സൂര്യയുടെ ഭാവിയെ അത് ബാധിക്കും. എന്ത് ചെയ്യണമെന്നറിയാതെ നീലിമ തരിച്ചു നിന്നു. കിരൺ അത് ശ്രദ്ധിച്ചു. നീലിമ പേടിക്കണ്ട, ഞാൻ തന്റെ ജോലി കളയാനൊന്നും പോകുന്നില്ല. നോക്കൂ കുട്ടി, തന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ച് വച്ചേക്കുവാണ്. സത്യത്തിൽ ഞാൻ ഭയങ്കര പാവമാണ്, കിരൺ വീണ്ടും പറഞ്ഞു. അപ്പോൾ നീലിമ ധർമ്മസങ്കടത്തിലായിരുന്നു. കിരൺ ജോലിയുടെ കാര്യം ഒരു ഭീഷണി പോലെയാണ് പറഞ്ഞതെന്ന് അവൾക്ക് തോന്നി. കിരണിനെ എതിർത്ത് സംസാരിച്ചാൽ മിക്കവാറും ജോലി കളയുമെന്ന ധ്വനി അവന്റെ സംസാരത്തിലുണ്ടായിരുന്നു. നീലിമ ആകെ ആശയക്കുഴപ്പത്തിലായി. അപ്പോൾ കിരൺ നീലിമയോട് ചേർന്ന് നിന്ന് പറഞ്ഞു. എന്റെ കൂടെ നിൽക്കാൻ 100 കണക്കിന് പെമ്പിള്ളേരെ ക്യൂ ഉണ്ടെന്ന് ഞാൻ വെറുതെ പറഞ്ഞതല്ല നീലിമ, സത്യമാണ്. അവരെപ്പോലെ അല്ല ഞാൻ നിന്നെ കാണുന്നത്. നിന്നോട് എനിക്ക് ശരിക്കും എന്തിഷ്ടമാണെന്നോ? കിരൺ പറഞ്ഞു. നീലിമയ്ക്ക് അത് കേട്ട് അവനെ നിലത്തേക്ക് തള്ളിയിട്ട് ചവിട്ടിക്കൂട്ടാനാണ് തോന്നിയത്. പ്രതികരിച്ചാൽ ജോലി പോയാലോ എന്ന് കരുതി അവൾ മിണ്ടാതെ നിന്നു. ഇതെല്ലാം കണ്ടുനിന്ന സിദ്ധാർത്ഥന്റെ കണ്ണിൽ കോപം വർദ്ധിച്ചു. കിരൺ നീലിമയോട് ചേർന്ന് നിന്നത് സിദ്ധാർത്ഥന് തീരെ ഇഷ്ടമായില്ല.
അവന്റെ മുഖത്തെ ദേഷ്യം വീണ്ടും കൂടിയത് ശ്രദ്ധിച്ച ഹേമന്ത് ശ്രീകാന്തിനെ നേർക്ക് നോക്കി ചോദിച്ചു, ഇവനെന്താ വല്ല ചുഴലിയോ ആണോ ഇനി? വല്ല ബാധയും കയറിയോന്നാ എന്റെ സംശയം. ശ്രീകാന്ത് പറഞ്ഞു, ഏയ് എനിക്കാ സംശയമില്ല. ഒരു ബാധയുടെ മേൽ മറ്റൊരു ബാധ കയറോ? നോ വേ. ഹേമന്ത് ശബ്ദം താഴ്ത്തി പറഞ്ഞു. അത് കേട്ട് ശ്രീകാന്തിന് ചിരി വന്നു. സിദ്ധാർത്ഥ് ഇതൊന്നും അറിയാതെ നീലിമയും കിരണിനെയും തന്നെ നോക്കി നിൽക്കുകയായിരുന്നു. നീലിമ, താൻ എന്നെ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിക്ക്. തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണോ? അതെന്താ താൻ മനസ്സിലാക്കാത്തെ? കിരൺ വീണ്ടും പറഞ്ഞു. അവൾ അവനോട് ഒന്നും പറയാൻ പോയില്ല. നീലിമയുടെ മൗനം കണ്ടപ്പോൾ കിരൺ തുടർന്നു, നീലിമ, ഞാനൊരു സത്യം തുറന്നു പറയട്ടെ. അത് കേട്ട് നീലിമ കാര്യം എന്താണെന്നറിയാൻ അവനെ നോക്കി. കിരൺ അപ്പോൾ പറഞ്ഞു, നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്നറിയാമോ? നിന്റെ അത്രയും സുന്ദരിയായ പെണ്ണിനെ ഞാൻ ആദ്യമായി കാണുകയാണ്. കിരൺ തന്നെ സോപ്പിടാൻ വേണ്ടിയാണ് ഇത്രയും പുകഴ്ത്തി സംസാരിക്കുന്നതെന്ന് നീലിമയ്ക്ക് വ്യക്തമായിരുന്നു. അവൾ വെറുപ്പോടെ അവനെ നോക്കി. അത് കിരൺ ശ്രദ്ധിച്ചില്ല. കിരൺ, നിങ്ങളുടെ പ്രശ്നം എന്താണ്? നീലിമ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് നീലിമയോട് ഒരു പ്രശ്നവുമില്ല. എന്റെ കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വരണം, അത്രേ ഉള്ളൂ. എന്താ, അത് പറ്റില്ലേ? കിരൺ ചോദിച്ചു. നീലിമ എന്തു പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു. പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞാലോ? എന്നെ വിട്ടേക്ക്, നീലിമ പറഞ്ഞു. എന്നാ ഞാൻ എവിടെ നിന്ന് പോവില്ല. നീലിമയ്ക്ക് ഞാൻ എവിടെ നിന്നാൽ മര്യാദയ്ക്ക് തന്റെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ? കിരൺ ചോദിച്ചു. അത് കേട്ട് നീലിമ അവനെ നോക്കി. അവൻ പറഞ്ഞത് ശരി തന്നെയാണ്. കിരൺ അവിടെ നിന്നും പോവാതിരുന്നാൽ സൂര്യയുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല. അതുമാത്രമല്ല, കിരൺ നീലിമയുടെ MD കൂടിയാണ്. അവന് എളുപ്പത്തിൽ സൂര്യയെ മാറ്റി ഈ അവസരം മറ്റൊരാൾക്ക് കൊടുക്കാനും കഴിയും. അതുകൊണ്ട് കിരണിനെ വെറുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് നീലിമയ്ക്ക് തോന്നി. നോക്ക് നീലിമ, തനിക്ക് എന്റെ കൂടെ ഒന്ന് വന്നാൽ എന്താ പ്രശ്നം? ഇതിപ്പോ നമ്മൾ രണ്ടുപേരുടെയും സമയം പോകുന്നു, താൻ കാരണം. കിരൺ പറഞ്ഞു. നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത് മിസ്റ്റർ കിരൺ? നീലിമ ദേഷ്യത്തോട് ചോദിച്ചു. വേറൊന്നുമല്ല, നമ്മള് തമ്മില് കുറെ വഴക്കൊക്കെ ഉണ്ടായതല്ലേ, അതൊക്കെ ഒന്ന് മാറ്റണം. അതിന് ഇന്ന് നീ എന്റെ കൂടെ ഫുഡ് കഴിക്കണം, അത്രേ ഉള്ളൂ. കിരൺ പറഞ്ഞു. നീലിമയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു. കിരണിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി അവൾ ഫുഡ് കഴിക്കാൻ ചെല്ലാമെന്ന് സമ്മതിച്ചു. ഹോ, താങ്ക്സ് നീലിമ, കിരൺ സന്തോഷത്തോടെ പറഞ്ഞു. നീലിമയുടെ മുഖത്ത് തീരെ ഉത്സാഹമില്ലായിരുന്നു. കിരൺ അവളെയും കൂട്ടി അവിടെ അടുത്ത് തന്നെയുള്ള ഫുഡ് കോർട്ടിലേക്ക് പോയി. ഇതെല്ലാം കലിയോടെ നോക്കി നിൽക്കുകയായിരുന്ന സിദ്ധാർത്ഥ് ഉടനെ അവരുടെ പിന്നാലെ ഫുഡ് കോർട്ടിലേക്ക് നടന്നു. ഇവരിത് എങ്ങോട്ടാ പോകുന്നത്? ശ്രീകാന്ത് ചോദിച്ചു. വാ നോക്കാം, ഹേമന്ത് പറഞ്ഞു. അവർ 3 പേരും ഫുഡ് കോർട്ടിലേക്ക് ചെല്ലുമ്പോൾ നീലിമയും കിരണും അവിടെ ഒരു ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു. സിദ്ധാർത്ഥ് അവരെ കാണുന്ന രീതിയിൽ ഒരു ടേബിളിന്റെ അടുത്ത് ചെന്നിരുന്നു. ഹേമന്തും ശ്രീകാന്തും അവന്റെ അരികിൽ ചെന്നിരുന്നിട്ടും സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചില്ല. ഇവന്റെ കഴുത്തെന്താ ഒടിഞ്ഞുപോയോ? കുറെ നേരമായാലോ ഒരു ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു. ശ്രീകാന്ത് ചോദിച്ചു. മിണ്ടാതിരി, അവൻ കേൾക്കണ്ട, ഹേമന്ത് പറഞ്ഞു. അത് കേട്ട് ശ്രീകാന്ത് ശബ്ദം താഴ്ത്തി ചോദിച്ചു. എടാ, അത് കിരണല്ലേ? ഇവൻ കിരണിനെയാണോ ഈ നോക്കി പേടിപ്പിക്കുന്നത്? അവൻ ഇവന്റെ കസിനും കണ്ടല്ലേ? ശ്രീകാന്ത് ചോദിച്ചു. ശ്രീകാന്ത് ചോദിച്ചത് കേട്ട് ഹേമന്ത് അവിടേക്ക് നോക്കി. അപ്പോൾ കിരണും നീലിമയും ഒരു ടേബിളിന്റെ ഇരുവശത്തായി ഇരിക്കുന്നത് ഹേമന്ത് വ്യക്തമായി കണ്ടു. അവൻ അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി. കിരണിനെ ഇപ്പോൾ കയ്യിൽ കിട്ടിയാൽ തല്ലിക്കൊല്ലുമെന്ന പോലെയായിരുന്നു സിദ്ധാർത്ഥിന്റെ മുഖത്തെ അപ്പോഴത്തെ ഭാവം. അത് ശ്രദ്ധിച്ച ഹേമന്ത് മനസ്സിൽ പറഞ്ഞു. ഓ, അപ്പൊ അതാണ് കാര്യം. പൊണ്ടാട്ടി കിരണിന്റെ ഒപ്പം സംസാരിച്ചതൊന്നും സിദ്ധു സാറിന് ഇഷ്ടമായിട്ടില്ല. എടാ കള്ള കലിപ്പാ. ഹേമന്ത് ചിരിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുന്നത് ശ്രീകാന്ത് ശ്രദ്ധിച്ചു. നീ എന്താ ആലോചിക്കുന്നത്? അവൻ ഹേമന്തിനെ നോക്കി ചോദിച്ചു. ഹേയ്, ഒന്നുമില്ല. നീ പറഞ്ഞത് ശരിയാ, അത് കിരൺ തന്നെയാ, ഇവന്റെ കസിൻ ബ്രോ. അവനൊരു ഉത്തരവാദിത്വമില്ലാതെ ഇങ്ങനെ തെണ്ടി നടക്കുന്നത് കണ്ടിട്ടാവും സിദ്ധുവിന് ഇത്ര ദേഷ്യം, ഹേമന്ത് പറഞ്ഞു. അത് കേട്ട് ശ്രീകാന്ത് അത് വിശ്വസിച്ച മട്ടിൽ കിരണിനെയും നീലിമയെയും നോക്കി. അല്ല, ആ പെണ്ണേതാ? അവന്റെ ലവറാണോ? ശ്രീകാന്ത് ചോദിച്ചു. ആ ചോദ്യം സിദ്ധാർത്ഥ് കേട്ടിരുന്നു. ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് FM ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ. ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ.